മച്ചേരിയുടെ തെണ്ടി നേരം കൊല്ലണ്ടടോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വർഗമാ സ്വർഗമാക്കുവാൻ അവനെ നീ സ്വന്തമാക്കടോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് രസിക്കുന്നടോ ഉള്ളവനെ മധുരിതം കരുണക്കാടലന്നോർക്കടോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കള്ളുഷാപ്പിൽ നീ കേറിടാത്തത് സ്വർഗ്ഗക്കള്ളിനെ കോപിച്ചിട്ടോ പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൗറിമാരെ നീ ലക്ഷിച്ചോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് വിഡ്ഢികളുടെ സ്വർഗ്ഗ സൗഖ്യങ്ങൾ പുല്ല് പോലെ നീ തള്ളടോ കള്ളുഷാപ്പല്ല വേഷത്തോപ്പല്ല സ്വർഗമല്ല എന്നോർക്കടോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് نعمة الله نشكر الله ذلك فضل من الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله വിഡ്ഢികളുടെ സ്വർഗസൗഖ്യങ്ങൾ, അതായത് വിഡ്ഢികൾ പറയുന്ന സ്വർഗസൗഖ്യങ്ങൾ പറഞ്ഞിട്ട് ഈ സ്വർഗമാണെന്ന് വിചാരിക്കരുത്. സ്വർഗം എന്ന് പറഞ്ഞാൽ കള്ളുഷാപ്പല്ല വേഷക്കൊപ്പല്ല എന്ന് പറയുന്നത്. വാദത്തുമാരൊക്കെ ഒരു വാദത്തുമാരെ പെട്ടതല്ല എന്നല്ല വാദത്തുമാർ വേറെ ഇല്ല, പക്ഷെ വാദത്തുമാരല്ല, വാദത്തുമാർ വേറെ മാനവരുടെ പക്ഷെ വാദത്തുമാർ പെട്ടതല്ല. അതിൽ മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, കള്ളുഷാപ്പും വേഷക്കൊപ്പൊന്നല്ല സ്വർഗം. അതായത് സ്വർഗം നിനക്കൊരു ഭസ്കനായി ലഭിച്ചെങ്കില് ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലെ. ജനമൊക്കെയും തൃണവൽക്കരിച്ചാൽ തന്നെയും
മനം നൊന്തിടണ്ട തിമിർത്തന്ന പിന്നെയും ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും എപ്പോഴും അടുത്തുണ്ട്. താരാട്ടുപാടാൻ തൊഴികൾ പലരുണ്ട്. കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്. കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിച്ചോണ്ട് സുഖിപ്പിക്കുവാൻ ഇരുമാറുകൾ നിലയുണ്ട്. ചാഞ്ഞും ചെരിഞ്ഞും ചുറ്റിലും നടപ്പുണ്ട്. കിടക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട. നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട. നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട. ഇതാണ് ഇപ്പോൾ മനസ്സിലാക്കിയത്. ഇത് സ്വർഗമാണെന്ന് ചോദിച്ചാൽ ഇത് സ്വർഗമല്ല, അത് സ്വർഗത്തിലുള്ള സൗകര്യമാണ്. ഈ ഫാനാണ് ഈ മദ്രസയുടെ ആളെന്ന് വെച്ചാൽ ഫാനല്ല മദ്രസയുടെ മദ്രസയുടെ ആള് ഫാൻ എന്ന് പറയും. പക്ഷെ മദ്രസയുടെ ആളെന്ന് വെച്ചെന്ന് പറയുമ്പോൾ സ്വർഗം എന്താണ് എന്ന് സഹാബത്ത് ഒന്നടക്കം ഹബീബിനോട് ചോദിച്ചിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ ഹബീബിൽ ചിരിച്ചു പറഞ്ഞൊരു കാര്യം, ദുനിയാവിൽ രണ്ട് സ്വർഗം. ഒന്ന് രണ്ടാമത്തെ എന്താ അതിന്റെ കാരണം? എന്താണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഉസ്താദ് പറയാൻ വലിയ വഴിയില്ല. അതിന്റെ മൊത്തം ഉസ്താദ് പറയാം. ഞാൻ കൊണ്ടുവരാകാം. ഇനി നമ്മളൊക്കെ ഉള്ളത് പറയാൻ പറ്റുള്ളൂ. ആവർത്തിച്ച് പറയുമ്പോഴും ഹബീബിനെ ആവർത്തിച്ച് പറയുമ്പോൾ ആവർത്തന ഉണ്ടാവില്ല. ഒന്ന് രണ്ടെണ്ണം അറിയുള്ളൂ. ഈ അറിഞ്ഞതന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ ഹബീബിനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ പോളിഷയുടെ പോലെയാണ്. പോളിഷയിൽ സൗന്ദര്യവും പോലും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം നമുക്ക് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ രണ്ട് സ്വർഗമുണ്ട്. ഒന്ന് ഇവിടെ കിട്ടില്ല, ഇവിടെ വർക്കും ശരീരമൊന്നുമില്ല. പക്ഷെ ഇത് സ്വർഗമാണ്. അപ്പൊ ഹബീബിനോട് ഈ സംശയം വന്നപ്പോഴാണ് സഹാബത്ത് ഒന്നടങ്കം ചോദിച്ചു. പ്രമുഖരായ സയ്യിദ്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറുപടി രസകരമായിട്ടാണ്. ഉസ്മാൻ, അല്ലാഹു എവിടെയുണ്ടോ അവിടെയാണ് എൻ്റെ സ്വർഗ്ഗം. അല്ലാഹു എവിടെയുണ്ടോ, ഞാൻ എവിടെയുണ്ടോ, എന്നോട് പ്രേമം എവിടെയുണ്ടോ അവിടെയാണ് സ്വർഗ്ഗത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിച്ചതറിയില്ല, പള്ളി സ്വർഗ്ഗത്തിനെ വിളിച്ചു. പള്ളി മോശം ചെല്ലാത്ത പള്ളി ആരെ ഭാവനാണ്. പക്ഷെ അതില്ല, കാരണം പള്ളി കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നിപ്പോകും ഞാൻ വലിയ നിസ്കാരക്കാരനാണ് വിചാരിച്ചു. അല്ലാഹു ഹബീബും കല്ലുണ്ടാവില്ല മുഹമ്മദ് മുസ്തഫ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരുന്നത് കൂലി പ്രതീക്ഷിച്ചല്ല, ഇതൊരു വിവാദത്വമല്ല, ഇത് പ്രേമമാണ്. മുഹമ്മദ് മുസ്തഫ. ഭാര്യ ഭർത്താവിന് ഭക്ഷണം നമുക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം തരാനുള്ള ഭാര്യയുടെ ഉത്തരവാദിത്തം. അത് ഭാര്യയുടെ ജോലിയാണ്, ഉത്തരവാദിത്തം. നമ്മൾ നിസ്കരിച്ചിട്ട് പോലെ അള്ളാഹ് നിസ്കരിക്കുന്ന പോലെ നല്ല സ്ഥാനത്ത് മാപ്പിള ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത് ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട് നല്ല അടിപൊളി പായസം ശുഭരം പറ്റും. അത് ഈ ഭാഗത്തല്ല, അത് പ്രേമമാണ്. മുസ്തഫ ആ പായസം ഒന്നുമില്ല, ഇതിന്റെ കാക്കാത്തിന് തരാൻ പോവുകയാണ്. എവിടെയാണ് ഹബീബ് ഉള്ളത് അവിടെയാണ് സ്വർഗ്ഗം. നമ്മുടെ ഖൽബിൽ ഹബീബ് ഉണ്ടെങ്കിൽ നമ്മുടെ ഖൽബ് സ്വർഗ്ഗം. നമ്മുടെ വീട്ടിൽ ഹബീബ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട് സ്വർഗ്ഗമാണ്. നമ്മൾ മരിച്ച മയ്യത്ത് കൊണ്ട് ഖബറിലിട്ടാലും ഖബർ അതുകൊണ്ടാണ് സ്വർഗ്ഗമാകുന്നത്. നമ്മുടെ ഖൽബിൽ ഹബീബ് ഇല്ലെങ്കിൽ എത്ര വലിയ ആളുകളാക്കി കഴിഞ്ഞ സ്വർഗം പോയിട്ട് സ്വർഗത്തിന്റെ ലാഞ്ചന വരെ ഉണ്ടാവും. ചേർക്കട്ടെ, സ്വർഗത്തിന്റെ ലാഞ്ചനയിലേക്ക് Allah 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 Allah
മുഹമ്മദ് നാനേക്കും പുകഴ്ന്നവർ നാമം മുഹമ്മദ് നാദന്നഹദിന്റെ സിറെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് 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 ജമാൽ മുഹമ്മദ് ഗസാലി പോറ്റും കമാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് 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 ഇസ്തം സദീഖുൻ ഉമറുക്കും മുഹമ്മദ് ഉസ്മാനും അലിയാനും പോറ്റും മുഹമ്മദ് ഖാജ അജ്മീരിനും ഇശ്ഖേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് 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 ഒളിവർ ബിലാലിന്റെ ധുനിയെ മുഹമ്മദ് ഉഹ്ദ് ബദർ താലിബർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് 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 കയറി മുഹമ്മദ് നാഗൂരിയേർവാടിലാടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് 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 നോട്ടത്തിലെല്ലാം നേട്ടം മുഹമ്മദ് തേട്ടത്തിലാകെ മദദ് മുഹമ്മദ് ശംസുൽ ഉലമർത്തൻ ലഹരി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് 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 വെള്ളി പ്രകാശത്തിൽ പിറകെ മുഹമ്മദ് മമ്പൂറം തങ്ങളിലാകെ മുഹമ്മദ് പൂക്കോയം തങ്ങളും വായിക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് 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 ناويل محمد تسيل محمد سيم مدابور حال محمد ناويل محمد تسيل محمد سيم مدابور حال محمد ولي الواتقان شيل محمد صلى الله عليه وسلم الله 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 نفس المحمد أنفاس المحمد ودليل محمد ويل المحمد شيخ الطبتكم ونبي المحمد صلى الله عليه وسلم الله 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 الله
കനവിൽ മുഹമ്മദ് ഇനവിൽ മുഹമ്മദ് ഉലകം മുഹമ്മദ് ഉണർവിൽ മുഹമ്മദ് വെളിയങ്ങാടും മഖാമിയർക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് 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 ഫിലിപ്പിൽ മുഹമ്മദ് വായ്പിൽ മുഹമ്മദ് ഉടലിൽ മുഹമ്മദ് ഉയിരിൽ മുഹമ്മദ് ഫിലിപ്പിൽ മുഹമ്മദ് വായ്പിൽ മുഹമ്മദ് കണ്ണീർത്തി കണ്ണും കരുളും മുഹമ്മദ് മൗല കണ്യാലാക്കും മുഴുവൻ മുഹമ്മദ് മൗല കണ്യാലാക്കും മുഴുവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് 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 അള്ളാന്റെ ഹബീബിനെ കിട്ടണമെങ്കിൽ ഹബീബ് എന്ന് പറയുന്ന മുഹമ്മദിലേക്ക് കൂടി വെക്കൽ നിർബന്ധമാണ്. മുഹമ്മദ് മുസ്തഫ ഇൽമു കൊണ്ടും ഇബാദത്ത് കൊണ്ടും ഒരാൾക്ക് എവിടെ എത്താൻ പറ്റില്ല. അങ്ങനെ എത്താണെങ്കിൽ ഇബ്ലീസ് എന്തോ വലിയ പാമ്പ് കോഴി കഴിക്കുമ്പോൾ ഒരു കോഴി കയറി ഒരു 6,799 കോഴി അതിന് പറഞ്ഞ പേരാണ് ഇഷ്കിന് മാത്രമേ സുഹൃത്തുള്ളൂ. ആ കോഴിയാണ് ഒരാൾ സൂഫിയാവാതെ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു മുറബിയില്ലാതെ പൂർണ്ണനാവാതെ പറയാൻ 99 എത്തിയിട്ട് ആർക്ക് ചാടില്ല പാമ്പ് കോഴി അതിന് പറഞ്ഞ പേരാണ്. ഞാൻ തിരക്കടില്ല, ഞാൻ ഭയങ്കര സംഭവമാണ്, അത്യാവശ്യം വലിയ പാട്ടിലാണ് എന്റെ കാര്യങ്ങൾ പ്രേമവും ഒരുമിച്ച് കൂടില്ല. ഒരിക്കലും ഒരുമിച്ച് കൂടില്ല. നമ്മൾ ഇന്ത്യ പ്രസിഡന്റാണ് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യ പ്രസിഡന്റ്. ഇന്ത്യ പ്രസിഡന്റ് ആളുകളെ പോകുമ്പോൾ ഒരു 8-10 എസ്കോർട്ട് വാഹനം ഭയങ്കര പ്രൗഢിൽ ഇങ്ങനെ എണീക്കുന്ന ആ കോട്ട് ചുടിയാതെ സംസാരിക്കുന്നത് മുഖ്യ വാക്കുകളൊക്കെ സംസാരിച്ചിട്ട് ഇടപെടുമ്പോൾ വരെ അത്തരം കാര്യങ്ങൾ മാത്രം ഇടപെട്ടിട്ടുള്ളതാണ്. പെണ്ണുങ്ങൾക്ക് പോകുമ്പോൾ ദിവസം പെണ്ണുങ്ങൾക്ക് പോകുമ്പോൾ ഈ മുമ്പുണ്ടാവില്ല. വീട്ടിൽ എന്താ കഴിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ പാലത്തേരി കാനഡയുണ്ട്. ഈ പെണ്ണിന് പിന്നാലെ നീക്കാൻ മണിയാനെ പറ്റി ഇന്ത്യൻ പ്രസിഡന്റ് മുമ്പ് കാണിക്കൂല. കാരണം അവിടെ എന്താണ് പ്രേമത്തിന്റെ സ്ഥലമാണ്. അവിടെ ചില ഇന്ത്യൻ പ്രസിഡന്റ് പേരെടുത്ത് വെച്ചു അവിടെ ചെക്കാതെ കുട്ടികളാണ്. കാരണം അവിടെ പ്രേമിക്കുന്ന സ്ഥലം, പ്രേമിക്കുന്നവർക്ക് എന്തൊക്കെ ഇന്ത്യൻ പ്രസിഡന്റ് മുമ്പിൽ എന്നാലും പെണ്ണുങ്ങളുടെ അവർക്ക് നമുക്കിത് പുറത്തു കിട്ടാത്ത കാരണം ഹബീബിന്റെ മുന്നിലേക്ക് നമ്മൾ പോകേണ്ട പോലെ ചിന്തിച്ചില്ല. ആരെ പോയിട്ടുണ്ട് പോയൊരു അപൂർവമുള്ള പൂർവ്വം മാത്രം. ചെറിയ മക്കളൊക്കെ പേരക്കുട്ടികളെ ചങ്ങാടി പോയാൽ പേരക്കുട്ടികളെ ചങ്ങാടി പോയി ബേക്കറിയിൽ സാധനം വാങ്ങി ഇറക്കുമ്പോൾ കുട്ടി കിൻഡർജോയ്ക്കോട് വലിയപ്പാറ കിൻഡർജോയ് ബാങ്കുണ്ടാകും വലിയ കാണാൻ കുട്ടി കിൻഡർജോയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കാത്ത വിഷയമല്ല. അങ്ങാടി വലിയപ്പാറിന്റെ കണ്ടോറും അല്ലെങ്കിൽ കുപ്പായത്തിൽ തൊഴിലും പുസ്തകം വലിച്ചൊരു കാര്യം അങ്ങാടി ശരിയല്ലേ ആണ് കാര്യം. കുട്ടിക്ക് ഇത് അങ്ങാടിയാണല്ലോ ആൾക്കാരെ കാണുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ട്. കുട്ടിയെ സംബന്ധിച്ചിടത്താ കുട്ടി കിൻഡർജോയ്ക്ക് വാശി അങ്ങനെ വാശി പിടിച്ച് കഴിയണം. അഞ്ചൊക്കെ നിസ്കരിക്കണം എന്ന് ഭക്തിന്റെ പേരിൽ ഖുർആൻ പറഞ്ഞില്ല. ഖുർആൻ പോയപ്പോൾ 100 അസുഖം സുബിയ 100 അസുഖം അന്വേഷണം ഖുർആൻ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ ശേഖരത്തിലേക്ക്. പക്ഷെ ഖുർആൻ പറയാൻ മറക്കാത്ത കാര്യമില്ല. ചില നിസ്കാരക്കാർക്ക് വൈദ്യുത പറയുന്നത്
എന്ന് പറയുന്നത് മുസാലിമാമിനെ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് അസ്സലാമു അലൈക്കും അയ്യുഹൻ നബി എന്ന് പറഞ്ഞ സമയത്ത് മുസബ്ബിലേക്ക് നോക്കുമ്പോൾ ആർക്കെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് സലാം അടക്കാത്തവരുണ്ടോ അവരുടെ നിസ്കാരം മുടങ്ങുന്നു പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആരുടെ നിസ്കാരമാണ്? ഹബീബ് എന്ന് പറയുന്ന മുത്തിനോട് പ്രേമമില്ലാത്തവരുടെ നിസ്കാരമാണ്. പ്രേമിക്കണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം അറിയാത്തവരുടെ നിസ്കാരമാണ്. അല്ലാഹു തആല കാത്തിരിക്കട്ടെ. അല്ലാഹുവിനെ സംബന്ധിച്ചോളം ഹബീബാണെങ്കിലോ നമ്മളെ മറ്റാരും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു പറഞ്ഞ പോലെ തിരിച്ചറിയാൻ സ്നേഹിക്കുന്നു പറഞ്ഞില്ലാത്ത സ്നേഹം. നമ്മൾ ഇന്ന് വരെ നമ്മൾ എന്തിനാണ് സ്നേഹത്തിനാണ് ഓർക്കുന്നത്? നമ്മൾ ജോലി എന്തിനാണ്? നമുക്ക് തിന്നാനല്ല, മക്കൾ തിന്നാൻ കൊടുക്കാനാണ്. മക്കൾ തിന്നാൻ കൊടുത്തില്ലെങ്കിൽ എന്താണ്? മക്കൾ സ്നേഹിക്കുക. ഭാര്യയുടെ ആവശ്യം നിർവഹിച്ചു കൊടുത്തില്ലെങ്കിൽ ഭാര്യക്ക് സ്നേഹമില്ല. മക്കൾക്ക് വേണ്ടി പണം ചെലവഴിച്ചതിന് മക്കൾക്ക് സ്നേഹമില്ല. വാപ്പാക്ക് ചോദിച്ച നേരത്ത് മക്കൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ നിന്ന് പൈസ കൊടുത്തില്ലെങ്കിൽ വാപ്പാക്ക് ആ മോനോട് സ്നേഹമില്ല. സ്നേഹം പണത്തിന് വേണ്ടി മാത്രമേ. തിരിച്ചില്ലെങ്കിൽ കോട്ടിന്റെ വാണ്ടത്ത് പോലെ വേണ്ട ഇക്കത്തിന് അങ്ങനെ മോനെ ഇക്കത്തിന് അങ്ങനെ വാപ്പ ഒരു വിലയില്ലാത്ത സ്നേഹം. ഞാൻ മിനിയാന്ന് കണ്ണൂർ സ്ഥാപനത്തിന് വേണ്ടി എന്താ പറയാ ഫാദില കോളേജിൽ ഈ കോളേജിൽ ഞാൻ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉമ്മാനെ എത്രത്തോളം ഇഷ്ടമുണ്ട്? കുട്ടികളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരു ഇടി വെട്ടിയാല് വീട്ടിന്റെ അകത്ത് ഒരു ഇടി വെട്ടിയാലേ ഓടിച്ചില്ല ഒരു പ്രശ്നം ഉണ്ടായ ആർക്കും ഓടിച്ചില്ല ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആർക്കും ഓടിച്ചില്ല അത്ര ഇഷ്ടം അമ്മാനെ അത്ര ഇഷ്ടം. ഉമ്മല്ലാതെ ചിന്തിക്കാൻ പോയി കൊണ്ടാണ് കുട്ടികൾ ഒന്നടക്കം പറയാം. പത്ത് ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഉമ്മ മരിച്ചു എന്ന് വിചാരിക്കും. ഇന്ന് വീട്ടിൽ പോയി ഉമ്മ മരിച്ചു എങ്ങനെയുണ്ടാവും? നമ്മൾ കോളേജ് വിട്ട് അല്ലെങ്കിൽ സ്കൂൾ വിട്ട് അല്ലെങ്കിൽ ഒരു പരിധി വിട്ടിട്ട് ഉമ്മ വീടിന്റെ അകത്ത് കാത്തു നിൽക്കേണ്ട ഉമ്മ വെള്ളയിൽ പോയിട്ട് വീടിന്റെ മുന്നിൽ നീണ്ടു കിടക്കുന്ന ചിത്രത്തെ കുറിച്ച് ചിന്തിക്കാം. എങ്ങനെയുണ്ടാവും? എന്താ ചെയ്യാൻ പറ്റും? ഉമ്മാനെ പള്ളിക്കാട്ടിൽ മറവെയ്തു. അതേ ദിവസം ഉമ്മാന്റെ മയ്യത്തും വീട്ടിൽ കിടത്തിയ കട്ടിലിൽ അതേ മുറിയിൽ കിടക്കാൻ ഒരു കുട്ടി പോലും കഴിച്ചു. അതാ പേടിയോ? നമ്മൾ നമ്മളെ മക്കളെ ഒരു മക്കളും നമ്മൾ പറയും മക്കളാണോ? ഏത് വാപ്പാന്റെ കവറെടുത്ത് പോയിട്ട് വായിച്ച് കിടക്കുന്നത് എന്റെ അമ്മച്ച് ഒറ്റ നിർമ്മിച്ചില്ല. എന്റെ അമ്മക്ക് പേടിയാണ് ഒറ്റ എടുക്കാനും. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നട്ടപ്പാതിരക്ക് ഉമ്മാന്റെ അടുത്ത് പോയി കിടക്കട്ടെ എന്നുള്ള ഏത് മക്കളാണ് ഏത് മകനാണ് പോയിട്ട് ഉമ്മാന്റെ കവറെടുത്ത് വായിച്ച് കിടക്കുന്നത്? മിനിമം ഉമ്മ മരിച്ച ദിവസം സമീപിക്കുന്ന ഉന്മാനത്തിന്റെ മണം കേട്ടാലും പേടിയോ? പഴയ കാറ്റിൽ പാട്ടുണ്ട് പരമ്പിരിച്ചുമ്മ വിട്ടുചെങ്കിൽ നടക്കുന്ന സുജയത്തു നമുക്കുണ്ട് നാട്ടില്. കഥയെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടില്. ഖബറെന്ന ഭയങ്കര കട്ടിലേറി പോകുമ്പോൾ ഉച്ചവരെല്ലാം ഹൃദയം പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണ്ണീരില്ലാരെന്ന്. ഉലകത്തിൽ തണ്ണീരില്ലാരെന്ന്. ഒരാൾ മയ്യത്തെടുത്ത് പോയാൽ കൂട്ടുകാരൻ പറഞ്ഞ ഡയലോഗിലേക്ക് ആരാണെന്ന് ചോദിക്കാം. നമ്മളൊക്കെ ചോദിക്കും, ഭാര്യ മക്കളെ ചോദിക്കും, ഞങ്ങൾക്കാരാണ് ഈ കുട്ടി വെക്കുന്നതിന്റെ വാപ്പാത്ത കബറിലാണ് ഏത് കുട്ടികളെ ചോദിച്ചത്? നമ്മൾ ചോദിച്ചില്ല. വാപ്പാത്ത കബറിലാണ് ചോദിച്ചത്. ദുനിയാവിന്റെ അപ്പുറത്ത് ഊഹെടുക്കുന്നതിന്റെ മുന്നേയുള്ള ബന്ധമല്ലാത്ത ഏത് ബന്ധം നമ്മൾ പണം ചെലവഴിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഇവർക്ക് വേണ്ടിയിട്ട്. സമയം ചെലവഴിക്കുന്ന ആർക്കാണ്? ഇവർക്ക് വേണ്ടിയിട്ട്. ഈ ദുനിയാവ് മൊത്തം വെട്ടിപ്പിടിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇവർക്ക് വേണ്ടിയിട്ട്. മറ്റുള്ളവരെ അർച്ച ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? ഇവർക്ക് വേണ്ടിയിട്ട്. മറ്റുള്ളവരെ പ്രയാസപ്പെടുന്ന ആർക്ക് വേണ്ടിയാണ്? ഇവർക്ക് വേണ്ടിയിട്ട്.
ഉറക്കൊഴിക്കുന്ന ആളുകളാണെങ്കിലോ മരിച്ചില്ല ചോദിക്കും ഞങ്ങൾക്കാരാണ്. എത്ര പേരെ നമ്മൾ പള്ളിക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കൂട്ടുകാരെല്ലാം എവിടെ, നാട്ടുകാരുണ്ടോ അവിടെ, സ്വന്തക്കാരില്ല കൂടെ, ബന്ധുക്കളുണ്ടോ അവിടെ, പാരിടം വിട്ട് മേടയും വിട്ട് കെട്ടല്ലോ ഒച്ചക്കീരുളിൽ, കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിയിൽ നിന്നെയും വെച്ചി, കൂട്ടിച്ചുമലാതിലേച്ചി, കൂട്ടത്തിൽ നിലവിളി പൊട്ടി, ഒരു ദിനമുണ്ടൊരു യാത്ര, തിരമടക്കമില്ലാത്ത യാത്ര. ഒരു വിലയുമില്ലാത്ത സ്നേഹത്തിന് വേണ്ടി നമ്മൾ പണവും സമയമൊക്കെ ചെലവഴിക്കണം കേട്ടോ. എന്നിട്ട് അതൊക്കെ ഞാൻ പറയുന്നത് എന്നെ പറ്റി എനിക്ക് വേണമെന്ന് പറയുന്നത് നാം മുത്തങ്ങനല്ല. മുത്തോന്ന് പറഞ്ഞ വാക്കുണ്ട്, നിങ്ങളെന്നെ സ്നേഹിക്കുമോ, ഞങ്ങളെ സ്നേഹം കാത്തിരിക്കുന്നു. മുസ്തഫ ഒരു പക്ഷെ നമ്മൾ ആവശ്യത്തിന് ഭാര്യ വേണ്ടി ഭാര്യ സൂപ്പിടും, ഭർത്താവ് വേണ്ടി ഭർത്താവിന് സൂപ്പിടും, മക്കൾ വേണ്ടി മക്കളെ സൂപ്പിടും. ഹബീബിന് നമ്മൾ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മളിതിലേക്കും അള്ളാന്റെ ഹബീബ് തന്നെയുണ്ട്. എന്നിട്ടും ഹബീബ് വന്നിട്ട് പറയാൻ നിങ്ങൾ ഇന്നൊന്ന് സ്നേഹിക്കുവോ, എന്നോട് സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടൂല, നിങ്ങൾ കുടുങ്ങിപ്പോകും, ഉമ്മത്തി 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 എന്ന് പറഞ്ഞിട്ട് ഹബീബ് അടുത്തുകൊണ്ട് ഇങ്ങനെ കെഞ്ചി ചോദിക്കുന്നു. എന്നിട്ട് എത്ര പേര് അതിന് മറുപടി കൊടുത്തു. നമുക്ക് എന്താണ് മുഹമ്മദ് മുസ്തഫ മഞ്ചേരി ബാദിന്റെ ഏറ്റവും വീടെടുത്ത് ശ്രദ്ധിക്കാൻ പുറത്തുണ്ട് ഈ പറഞ്ഞില്ല. ഞങ്ങൾ കണ്ണു മദീനബിയേ, ഞങ്ങൾ കണ്ണു മദീനബിയേ, ഞങ്ങൾക്ക് ഭാര്യ വേണ്ട, മക്കളും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങളില്ലാത്ത ഒന്നും വേണ്ട, നിങ്ങളുടെ കുടുംബം മാത്രം മതി ഹബീബേ, ഞങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം മാത്രം മതി, വേറൊന്നും വേണ്ട. പറയാനെങ്കിലും ശ്രമിച്ചത് കാര്യം നോക്കണം മാത്രം. ഞങ്ങൾ കങ്ങു മദീനബിയേ, ഞങ്ങൾ കങ്ങു മദീനബിയേ, ഞങ്ങൾ കങ്ങു മദീനബിയേ, ഞങ്ങൾ കങ്ങു മദീനബിയേ. അങ്ങില്ലാതെങ്ങനെ ഈ ഉലകം സബബങ്ങളേ നബിയേ, അങ്ങില്ലാതെങ്ങനെ ഈ ഉലകം സബബങ്ങളേ നബിയേ. അസ്സലാത്തു അലന്നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അബി വൽ ഹബീബിൽ അബി. പാദം കണ്ടൊടിവേ ഉസ്ബൂഹിൽ നൂറദിവേ, അദ്മീം മുഹമ്മദ് മുസ്തഫ നാമം എഹ്ദിൽ മികവേ, അദ്മീം മുഹമ്മദ് മുസ്തഫ നാമം എഹ്ദിൽ മികവേ. ഹുബ്ബാദ് തലിവേ അസ്സലാത്തു അലന്നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അബി വൽ ഹബീബിൽ അബി. മദീന മനോഹരമേ മനസ്സവിടെ പതിക്കുന്നേ, മദീന മനോഹരമേ മനസ്സവിടെ പതിക്കുന്നേ. മതതോടെ വന്ന മണ്ണിൽ ഞങ്ങളെ പാദം പതിച്ചോട്ടേ. മനോഹരമായ കൊട്ടാരം
നിസ്കാരത്തിലേക്ക് കടന്നു വരാൻ വരെ ഞങ്ങൾക്ക് യോഗ്യതയിലേക്ക് എങ്കിലും പല കുറി ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് മുത്തേ. എത്ര മലക്കണക്കാണ് ഞങ്ങളെ ദുർഗന്ധം മണത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെ മോശക്കാരാണെങ്കിലും എന്നിട്ട് കയറി വരൂ ഒരു രണ്ട് കൈയും വേണ്ടി സ്വീകരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്നതെന്തോ മനുഷ്യനാണ് ഹബീബേ മുഹമ്മദ് മുസ്തഫ. മദീന മനോഹരനേ മനസ്സവിടെ കൊതിക്കുന്നേ മദദോടെ വന്ന മണ്ണിൽ ഞങ്ങളെ പാദ പതിച്ചോട്ടേ. മദദോടെ വന്ന മണ്ണിൽ ഞങ്ങളെ പാദ പതിച്ചോട്ടേ. അവിടേക്ക് വന്നോട്ടേ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി വൽ ഹബീബിൽ അറബി. ഞങ്ങൾ കണ്ടു മദീനയെ ഞങ്ങൾ കണ്ടു മദീനയെ ഞങ്ങൾ കണ്ടു മദീനയെ ഞങ്ങൾക്കങ്ങ് മദീനയെ. അങ്ങില്ലാതെങ്ങനെ ഈ ഉലകം സബബങ്ങളേ നബിയേ സബബങ്ങളേ നബിയേ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി വൽ ഹബീബിൽ അറബി. ഒന്ന് കാണണമെന്നുണ്ട് കൊതിയാണകം കൊണ്ട്. ഒന്ന് കാണണമെന്നുണ്ട് കൊതിയാണകം കൊണ്ട്. മുതലായ നിഷ്കിൻ സമ്പാദ്യം ഈ കൈകളിലില്ല പ്രഭു. മുതലായ നിഷ്കിൻ സമ്പാദ്യം ഈ കൈകളിലില്ല പ്രഭു. മുത്തയാപൂമുഖം കാണാൻ ആശിച്ചോട്ടെ വരുമോ ആശിച്ചോട്ടെ വരുമോ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി വൽ ഹബീബിൽ അറബി. ഞാനിങ്ങനെയായല്ലോ അകം കിബറിക്കുന്നല്ലോ. ഞാനിങ്ങനെയായല്ലോ അകം കിബറിക്കുന്നല്ലോ. ഈ മോശക്കാരൻ കീശയിലാശയകറ്റാൻ പകതരുമോ. ഈ മോശക്കാരൻ കീശയിലാശയകറ്റാൻ പകതരുമോ. ആ നൂറിനിറച്ചൻ നാറിൻ കമ്പിനെ ദൂരത്താക്കിടുമോ ദൂരത്താക്കിടുമോ. ഞങ്ങൾ കങ്ങും മദീനയെ ഞങ്ങൾ കങ്ങും മദീനയെ ഞങ്ങൾ കങ്ങും മദീനയെ ഞങ്ങൾ കങ്ങും മദീനയെ. അങ്ങില്ലാതെങ്ങനെ ഈ ഉലകം സബബങ്ങളേ നബിയേ സബബങ്ങളേ നബിയേ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി വൽ ഹബീബിൽ അറബി. മുഹമ്മദ് മുസ്തഫ. നമുക്ക് കണ്ണീര് ഒരു തുള്ളി കണ്ണീര്
എന്തുവാണ്? മുത്ത് സഹിച്ച വേദന കേൾക്കണം, മുത്തിന് ഏറുകൊണ്ട് ചരിത്രം കേൾക്കണം. മുത്ത് വിശന്ന് പച്ച ഇല കഴിച്ച ചരിത്രം കേൾക്കണം. നമുക്ക് കരയാൻ അങ്ങനെ പറ്റും, അല്ലാതെ നമ്മളെ കണ്ണത് കണ്ടില്ല. മുത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ കേട്ടിട്ട് വളരെ പോകുന്നു കരയാൻ. മുത്തിനെ പോയിട്ട് കരയാൻ നമ്മുടെ കണ്ണിൽ പ്രേമമില്ല. പാപ്പ മരിച്ചിട്ട് കരയിലല്ലോ സ്നേഹം. നിങ്ങൾ മരിച്ചു മയ്യത്തായി കിടക്കണം. എന്റെ പെച്ചിയെന്ന് പറഞ്ഞ മോനെടുത്ത് നോക്കാൻ എനിക്ക് എന്ത് കാര്യം? പാപ്പ കണ്ണി നോക്കിപ്പോയാ പാപ്പ വേറെ ലോകത്തിലാണ്. പാപ്പ അയാത്തിലുണ്ടാകുമ്പോൾ അടുത്ത് തൊട്ടപ്പാ നിങ്ങൾക്ക് വേണ്ടി എത്ര ഇടങ്ങളായി. നിങ്ങൾ വരെ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി ജീവിച്ചതിന് ശേഷം ഒരു മോനെടുത്ത് എന്ന് പറഞ്ഞ് എങ്ങനെ ഉണ്ടാവും? പാപ്പാനെ കണ്ടുകൊണ്ടില്ലേ കരയുന്നപ്പോഴാണ് കരയുന്നത്, പ്രായത്തിനകത്ത് കരയുന്നത്. ഹബീബിനോട് പറഞ്ഞു, നബിയേ കഷ്ടപ്പാടുന്നതിനാണ് പ്രശ്നം, കാര്യങ്ങൾ കഷ്ടപ്പെട്ടിട്ടില്ല. ഒരു പാട്ടുണ്ട്, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഞാൻ അതിനോട് ഈ പാട്ട് തരികയാണ്. പാട്ട് പാടുന്നു. കാരണം അള്ളാന്റെ ഹബീബിനെ ഉത്തരയിച്ചില്ലെങ്കിൽ അള്ളാന്റെ ഹബീബിന് ഓതി കൊടുക്കാൻ പറ്റിയ തർജ്ജമാണ്. പിന്നെ പിന്നെ ഹബീബിനെ ഓമനിക്കാൻ എന്തിനാണ് വാപ്പ? ഹബീബിനെ ഓമനിച്ചത് രാജാധികാരിയായ തമ്പുരാനല്ലേ. ഹബീബിന് പ്രയാസം ഉണ്ടായിട്ടില്ല, കളവാണ്. ഹബീബ് പ്രയാസത്തെ സ്വീകരിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ ചോദിച്ചു വാങ്ങിച്ചു. രാജകുമാരൻ ചോദിച്ചു വാങ്ങിയതാണ്, പ്രയാസങ്ങളെ ചോദിച്ചു വാങ്ങിയതാണ്. എന്തിന്? എന്റെ ഉമ്മത്ത് വരും പ്രയാസപ്പെടുന്ന കുറച്ച് ആൾക്കാർ, അവരെ മുന്നിലും ഞാൻ നേതാവാകണമെന്നുള്ള വാശി. ആരോടുള്ള പ്രേമം? എന്നോടുള്ള പ്രേമം. മുഹമ്മദ് മുസ്തഫ പണം കിട്ടാൻ നമ്മൾ സ്വഭാവമാകും. ഹബീബ് സ്വഭാവമാകില്ല. ദാരിദ്ര്യം ഉണ്ടായാലും സ്വഭാവം മാറിയിട്ടില്ല. സമ്പത്ത് വന്നാലും മഹതുമാല വരെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ സ്വർണ്ണയിക്കോളാണ്. എന്നിട്ട് വരെ ഹബീബ് സമ്മതിച്ചില്ല. അതിന്റെ അർത്ഥം എന്താ? സുഖലോൽപതിൽ ഹബീബ് പറഞ്ഞ ഹബീബ് താല്പര്യപ്പെട്ടിട്ടില്ലാവുക. അത്രയും നമ്മൾ സ്നേഹിച്ചു കൊണ്ടിരിക്കണം. ഏത് ദാരിദ്ര്യന്റെ മുന്നിലും ഞാനാണ് ഏറ്റവും വലിയ ദരിദ്രമുള്ളവൻ എന്ന് പറഞ്ഞു നടന്നു. ആരെയാണ് ഒരു ദിവസം സ്വകാര്യമായിട്ട് നിൽക്കുക. കുറച്ചൊരു കണ്ണടക്കല്ല. ആ ലേറ്റിന്റെ ആവശ്യമില്ല. കുറച്ചൊരു കണ്ണടക്ക